എങ്ങനെയാണ് ഒരു ഹാപ്പി കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? വളരെ സിമ്പിൾ സാധനം. ഇത് മനസ്സിൽ വെച്ചാൽ മതി. ഇവർ കല്യാണം കഴിച്ചവരൊന്ന് കൈവക്കിക്കേ, കല്യാണം കഴിക്കാത്തവരൊന്ന് കൈവക്കിക്കേ, ഇതിൽ ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കിക്കേ. കേരളത്തിൻ്റെ പോക്ക് ശരിയല്ല. ഞാൻ കൊച്ചിയിൽ ചോദിച്ചപ്പോഴതെ ഒരാളുകൾ കൊന്നുന്നില്ല. എടാ, മലയാളികൾ ഇല്ലാണ്ട വംശനാശം വന്നു കേട്ടോ. സോ വൈ ഐ സെഡ് ദാറ്റ്? നമുക്കൊരു കാമുകി ഉണ്ടെന്ന് വിചാരിക്കാം, ഒരുപാട് പേർക്കുണ്ട്. ഓക്കെ, സോ ഉള്ള സമയത്ത് അവളുടെ അച്ഛനെ നമ്മൾ കാണാൻ പോകുമെന്ന് വിചാരിക്കാം, അമ്മയോ ആരെങ്കിലും കാണാൻ പോവാണ്. നമ്മൾ ആ സമയത്ത് എങ്ങനെ പോവാ? മുടിയൊക്കെ ഷാബിയായിട്ട് വലിച്ചിട്ട് ആണാ? എന്താ കബീറോ? അല്ലല്ലോ. നമ്മൾ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യും. അവർക്ക് വേണ്ട സംഭവങ്ങൾ എന്താണെന്ന് ചെയ്തു കൊടുക്കും. ഐസ്ക്രീം വേണം, വാനില വേണം, സ്ട്രോബെറി വേണം, അല്ലേ? ഭയങ്കര സ്നേഹമായിരിക്കും. അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ മാറ്റാൻ ശേഷിയുള്ള ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യണം? സ്വയം വിചാരിക്കണം. നിങ്ങളുടെ ഭാഷ, നമ്മുടെ ഭാഷ എന്ന് പറഞ്ഞാൽ സംസാരമല്ല കേട്ടോ, നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, മാറും അല്ലേ? നിങ്ങളുടെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യാനുള്ള അൺഡിവൈഡഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആയിരിക്കും. അൺഡിവൈഡഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ അല്ലേ? നമ്മുടെ ബോസന്മാർ വരുന്ന സമയം നമുക്ക് കൊടുക്കാറില്ലേ? ഫോണൊക്കെ മാറ്റി വെച്ച്, അതിനേക്കാൾ വലിയ ബോസാണ് കസ്റ്റമർ അല്ലേ? ആ ബോസിനും നിങ്ങൾക്കും ആ കമ്പനിക്കും എല്ലാവർക്കും ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓൻ വിചാരിക്കണം. വേണ്ടേ? ഓനില്ലെങ്കിൽ എന്തുണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല. സോ ആ കസ്റ്റമർ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ ശ്രദ്ധ കൊണ്ട് വിൽക്കരുത്, അവർക്ക് കൊടുക്കോ? കേട്ടില്ല? കൊടുക്കോ? വെരി ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, വെരി ഗുഡ്. നൗ